അനധികൃത ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തതിന് സിനിമാ താരങ്ങളടക്കം 29 പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇഡി. പ്രകാശ് രാജ്, റാണ ദഗുബാട്ടി, വിജയ് ദേവരകൊണ്ട അടക്കമുള്ള താരങ്ങൾക്കെതിരെയാണ് നടപടി. മുഹമ്മദ് റഹീസ് ചെന്നൈ ചെയ്യുന്നു. മുഹമ്മദ്, ഇപ്പോൾ ഈ ECR ഇഡി കേസെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? എന്ത് പ്രൊവിഷന്റെ അണ്ടറിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ബെറ്റിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പറയപ്പെട്ട താരങ്ങൾ, അതായത് ഈ സിനിമാ താരങ്ങളും ഇൻഫ്ലുവൻസേഴ്സും അടക്കമുള്ള 29 പേർ ഈ ഇഡിയുടെ നിരീക്ഷണത്തിലായിരുന്നു. അത് റാണ ദഗുബാട്ടി ആയിക്കോട്ടെ, പ്രകാശ് രാജ് ആയിക്കോട്ടെ, വിജയ് ദേവരകൊണ്ട ആയിക്കോട്ടെ, അങ്ങനെ പ്രധാനപ്പെട്ട താരങ്ങൾ, അതിൽ നിധി അഗർവാൾ ഉണ്ട്, പ്രണീത സുഭാഷ് ഉണ്ട്, അങ്ങനെ TV താരങ്ങളും സിനിമാ താരങ്ങളും ഒക്കെ ആയിട്ടുള്ള പലർ, ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ ഒരു 29 പേരെ ഇഡി അവരുടെ റഡാറിൽ നിർത്തിയിരിക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഈ ജംഗ്ലി റമ്മി ആപ്പ്, ഒപ്പം തന്നെ A23, ജീത് വിൻ, പരി മാച്ച്, ലോട്ടസ് 365, അങ്ങനെ പല ആപ്പുകൾ, ബെറ്റിംഗ് ആപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലാണ് ഇത് പ്രൊമോട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഇഡി ഇവരെ അവരുടെ റഡാറിൽ വെച്ചിരുന്നത്. അപ്പോൾ ആ കേസിൽ ഇപ്പോൾ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഇഡിയുടെ പ്രാഥമിക വിവര റിപ്പോർട്ടായിട്ടുള്ള ECIR ആണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തുടരന്വേഷണം നടത്തി വരികയാണ്. ഇപ്പോൾ ചില താരങ്ങളൊക്കെ ഇതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. 2016-ലും 2017-ലും ഒക്കെയാണ് ഇവർ ഈ ഒരു ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷന് വേണ്ടി അവരുടെ പേജ് ഉപയോഗിക്കുകയും ഒപ്പം തന്നെ പലരും ഇതിൻ്റെ ഐക്കണൊക്കെ ആയി മാറുകയും ചെയ്തത്. അപ്പോൾ അത്ര 10 വർഷം ഒക്കെ ആയി മാറുന്ന പല സംഭവങ്ങളിലുമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതിൽ തങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല, ഇതിൽ പല ആപ്പുകളും അത് കെണികളാണ് എന്ന് മനസ്സിലാക്കി തങ്ങൾ തന്നെ ഇതിൻ്റെ പ്രൊമോഷനിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എന്ന് പല താരങ്ങളും ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ വിജയ് ദേവരകൊണ്ടയുടെ ഭാഗത്തു നിന്ന്, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വന്നിട്ടുണ്ട്. റാണ ദഗുപതിയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മണി ലോണ്ടറിംഗ് ആക്ട്, അതായത് വയലേഷൻ ഓഫ് പബ്ലിക് ഗാംബ്ലിംഗ് ആക്ടിലെ 1867 ആക്റ്റാണ്. അപ്പോൾ ആ ആക്ടിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 5 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു പോലീസ്, അങ്ങനെ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. അതിലൊരു പല ഡിജിറ്റൽ തെളിവുകളടക്കം ഇവർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് 5 എഫ്ഐആറുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ തുടർ നടപടികളുമായി ഇഡി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇത് എത്ര കണ്ട് ഈ കേസ് മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. നേരത്തെയും പല പോലീസ് എടുത്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ അതിന് പിന്നാലെ ഇഡി ഇപ്പോൾ ECR കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വിഷയത്തിൽ ഇഡി ഇത്തരത്തിൽ പ്രമുഖ താരങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വിശദാംശമാണ് റഹീസ് നൽകിയത്.